നമസ്കാരം. ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെ സുപ്രീം കോടതി കടന്നുപോയ ഒരു സമയത്താണ് വാർത്താവേള ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു കണ്ടത്. അടിയന്തര സിറ്റിംഗ് സുപ്രീം കോടതിയിൽ നടന്നു. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലൊരു അടിയന്തര സിറ്റിംഗ് നടന്നത്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയ് നൽകിയ വിശദീകരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ നിയമജ്ഞന്റെ ജീവിതത്തിൽ ആകെ കിട്ടുന്നത് യശസ് മാത്രമാണ്. ആ യശസ് കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കരുതെന്ന് ചിലർ ആവശ്യപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട കേസുകളാണ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ തന്റെ മുന്നിലേക്ക് വരാനുള്ളത്. എന്തൊക്കെ ആരോപണങ്ങൾ ഉയർന്നാലും അടുത്ത 7 മാസക്കാലം ഈ കസേരയിൽ ഉണ്ടാകുമെന്നും ആ കേസുകളൊക്കെ പരിഗണിക്കുമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല തന്നെ പണം നൽകി സ്വാധീനിക്കാനാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തനിക്കെതിരെ ഉയർന്നു വരുന്നതെന്നും വലിയ ഗൂഢാലോചനകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പിന്നിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട വാചകങ്ങൾ തന്നെയാണ്. കാരണം പറയുന്നത് പരമോന്നത കോടതിയുടെ അധ്യക്ഷനായ ചീഫ് ജസ്റ്റിസ് ആണ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം തന്നെ പറയുന്നു ജുഡീഷ്യറിയിൽ വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നത് എന്നും അദ്ദേഹം പറയുന്നു. ദില്ലിയിൽ നിന്നും ശരത്ത് നൽകും വിശദാംശങ്ങൾ. ശരത്ത്, അടിയന്തര സിറ്റിംഗിനൊടുവിൽ സുപ്രീം കോടതി പിരിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് സുപ്രീം കോടതിയിൽ സംഭവിച്ചത്? പ്രധാനമായും ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വച്ച വിശദീകരണം, വളരെ നിർണായകമായ പല കാര്യങ്ങളും അദ്ദേഹം വിശദീകരണത്തിൽ പറയുകയുണ്ടായി. അതൊക്കെ കൃത്യമായ ഒളിയമ്പുകളാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് വന്ന വാക്യങ്ങൾ. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് പ്രവർത്തിക്കരുതെന്ന് ചിലർ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വേണ്ടയിടത്ത് തന്നെയാണ് ചെന്ന് കൊള്ളുന്നതെന്ന് വ്യക്തമായിട്ടറിയാം. എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? മനു, ഏറെ നാടകീയമായ രംഗങ്ങൾക്കാണ് സുപ്രീം കോടതിയുടെ 1-ാം നമ്പർ കോടതിയിൽ നിന്ന് സാക്ഷിയായത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സുപ്രീം കോടതിയുടെ 22 ന്യായാധിപന്മാർക്ക് സുപ്രീം കോടതിയിലെ മുൻ ജീവനക്കാരിയായ യുവതി തന്നെ ചീഫ് ജസ്റ്റിസ് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. 2018 ഒക്ടോബർ 10-11 തീയതികളിൽ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ള ആരോപണമാണ്. തനിക്കെതിരായി ലൈംഗികമായ മുതലെടുപ്പിന് ചീഫ് ജസ്റ്റിസ് ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ആ കത്തിലൂടെ യുവതി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ കത്ത് പിന്നീട് മാധ്യമങ്ങൾക്ക് കിട്ടി. 4 പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. അത് പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി വാർത്തയായതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു അടിയന്തര സിറ്റിംഗ് വിളിക്കാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചത്. തനിക്കെതിരായ ഒരു ആരോപണം ചീഫ് ജസ്റ്റിസിനെതിരായ ഒരു ആരോപണം സംബന്ധിച്ച് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സിറ്റിംഗ് വിളിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ആ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുമായി അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ അല്ലാത്ത 2 ന്യായാധിപന്മാരായിരുന്നു ജസ്റ്റിസ് അരുൺ മിശ്രയും അതുപോലെ തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും. ഈ 2 ന്യായാധിപന്മാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന 3-അംഗ ബെഞ്ച് ഈ ഒരു വിഷയം കേൾക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹർജിയോ അല്ലെങ്കിൽ ഒരു മറ്റു വിഷയങ്ങൾക്കും അപ്പുറത്തേക്ക് ഇതൊരു പ്രത്യേക ഒരു സിറ്റിംഗ് എന്നുള്ള രീതിയിലാണ് വിളിച്ചു ചേർത്തത്. ഈ ഒരു സിറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ആണ് നടപടികൾക്ക് തുടക്കമിട്ടത്. തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള ഒരു മുഖവുരയോടുകൂടി ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ആരോപണം അത് പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കാരവൻ, ലീഫ്ലെറ്റ്, അതുപോലെ സ്ക്രോൾ ഉൾപ്പെടെയുള്ള 4 മാധ്യമങ്ങളാണ് ഇന്ന് രാവിലെയോടുകൂടി വാർത്ത പുറത്തുവിട്ടത്. താൻ ഈ ഒരു ആരോപണം നിഷേധിച്ചിട്ടും തന്റെ സെക്രട്ടറി ഈ ഒരു ആരോപണം നിഷേധിച്ചിട്ട് പോലും ഈ ഒരു വാർത്ത നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും തനിക്കെതിരായ ആരോപണം ഉന്നയിച്ച യുവതി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നും ഈ കേസുകളിൽ ജാമ്യത്തിലുള്ള യുവതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഇന്ന് ദില്ലി പട്യാല ഹൗസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നിട്ടുള്ളത് എന്നും ഒക്കെ തന്നെ ചീഫ് ജസ്റ്റിസ് വിശദീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പല നിരീക്ഷണങ്ങളും അതിനുശേഷമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ ഈ ഒരു ആരോപണം സാമ്പത്തികമായി തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം. താൻ നിർണായകമായ കേസുകളിൽ പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്റെ ഓഫീസിനെ പ്രവർത്തനരഹിതമാക്കാൻ പല ആളുകളും ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. താൻ നിസ്വാർത്ഥമായ സേവനമാണ് കഴിഞ്ഞ 20 വർഷമായി ന്യായാധിപ രംഗത്ത് നിർവഹിച്ചു പോരുന്നത്. ഒരു സാമ്പത്തിക ലാഭവും ഉണ്ടാക്കിയിട്ടില്ല. അത്തരം ഒരാൾക്കെതിരായ ഈ ഒരു ആരോപണം കൃത്യമായി തന്റെ ഓഫീസിനെ പ്രവർത്തനരഹിതമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ജുഡീഷ്യറി ഭീഷണിയിലാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവത്തെയും അദ്ദേഹം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ
ഏറ്റവും പ്രധാനമായ വിഷയം ഇതിൽ ഒരു ജുഡീഷ്യൽ ഉത്തരവ് താനായി ഇറക്കില്ല. തനിക്കെതിരായ ഒരു ആരോപണത്തിൽ ഞാനൊരു കാരണവശാലും ഈ ഒരു ആരോപണത്തിൽ ഒരു ജുഡീഷ്യൽ ഉത്തരവ് ഇറക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനുശേഷം പറഞ്ഞത് തന്റെ സഹപ്രവർത്തകർക്ക് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ജസ്റ്റിസ് അരുൺ മിശ്രയ്ക്കും സഞ്ജീവ് ഖന്നയ്ക്കും വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ജുഡീഷ്യൽ ഉത്തരവ് ആവശ്യമാണെങ്കിൽ ആ ഒരു ഉത്തരവിറക്കാൻ അവർക്ക് അനുമതി ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ അത്തരമൊരു ഉത്തരവിറക്കാം എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനുശേഷം അറ്റോർണി ജനറലും അതുപോലെ തന്നെ സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നിലപാട് വിശദീകരിച്ചു. അറ്റോർണി ജനറൽ ആയിട്ടുള്ള കെ കെ വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ഇതൊരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞാനും പല ഘട്ടങ്ങളിലും അറ്റോർണി ജനറൽ ആയതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രലോഭനങ്ങൾക്ക് അല്ലെങ്കിൽ വഴിപ്പെടേണ്ടുന്ന സാഹചര്യം അത്തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങൾ തനിക്കെതിരെ ഉണ്ടാകുന്ന സാഹചര്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. സോളിസിറ്റർ ജനറലാകട്ടെ ഇതൊരു ബ്ലാക്ക്മെയിൽ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു കാര്യവും ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയുടെ പേര് പ്രസിദ്ധീകരിച്ചത് നിയമപരമായി തെറ്റാണ് എന്നതും വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ജുഡീഷ്യൽ ഉത്തരവിറക്കുന്നതിൽ തെറ്റില്ല എന്നുമുള്ള ഒരു നിലപാടാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ സ്വീകരിച്ചത്. ഇത്തരത്തിൽ പൊതുവെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഒരു വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ പൊതുവെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അതേസമയം തന്നെ ഉത്തരവ് ജുഡീഷ്യൽ ഉത്തരവ് ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരായോ അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച യുവതിക്കെതിരായോ ഇത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ ഉത്തരവിറക്കിക്കൊണ്ട് നിയമ നടപടികളിലേക്ക് കടക്കാൻ സുപ്രീം കോടതി തയ്യാറാക്കില്ല. ചീഫ് ജസ്റ്റിസ് എന്ത് നിലപാട് സ്വീകരിച്ചോ അതേ നിലപാട് തന്നെയാണ് മറ്റ് രണ്ട് സഹന്യായാധിപന്മാരെ സ്വീകരിച്ചത്. അവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമപരമായ നടപടികളിലേക്ക് കടന്നിട്ടില്ല. മറിച്ച് ജുഡീഷ്യൽ ഉത്തരവിറക്കാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ തീരുമാനങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന്, ഈ വാർത്ത നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന്, എന്ത് നിലപാട് സ്വീകരിക്കാമെന്ന് മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു രീതിയിൽ അവരുടെ വിവേചനാധികാരത്തിന് വിട്ടുകൊണ്ട് പൊതുസമൂഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ നടത്തട്ടെ എന്നുള്ള രീതിയിൽ വിഷയം പബ്ലിക് ഡൊമൈനിലേക്ക് വിട്ടു നൽകുന്ന ഒരു നിലപാടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സുപ്രീം കോടതി ഇപ്പോൾ പഴയ സാഹചര്യത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. അവധിക്കാലമായതിനാൽ സുപ്രീം കോടതിയിൽ മറ്റ് കോടതി നടപടികളൊന്നും തന്നെ നടക്കുന്നില്ല, ഹിയറിംഗുകളൊന്നും നടക്കുന്നില്ല. പ്രത്യേക ഒരു വിളിച്ചു ചേർത്ത സിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ആ നടപടികൾ പൂർത്തിയായതോടുകൂടി സുപ്രീം കോടതി പഴയ മൂഡിലേക്ക് തന്നെ പോയിരിക്കുന്നു. ഏതായാലും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായി ഉയർന്നിട്ടുള്ള ഈ ഒരു ആരോപണം ഏത് രീതിയിൽ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമോ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലും മാത്രമേ അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മനു, ശരിയാണ് ശരത്ത്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ശരത്ത്. അതായത് ഇപ്പോൾ നിലവിലൊരു ജുഡീഷ്യൽ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുന്നില്ല എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് അത് മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാം, അത് തന്റെ വിഷയമല്ല. മാത്രമല്ല ഈ കേസിൽ യാതൊരുവിധ പരാമർശങ്ങളും നടത്തുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ നിയമം അതിന്റെ വഴിക്ക് പൊക്കോട്ടെ, അതായത് തനിക്കെതിരെ ഉയർന്ന ആരോപണമായിട്ട് പോലും ആ ലൈംഗികാരോപണത്തെ അതിന്റെ ഗൗരവത്തോടെ തന്നെ നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷിക്കട്ടെ, ആ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പ്രസിദ്ധീകരിച്ചോട്ടെ, താൻ അതിലൊരു വാചകം പോലും പറയാനില്ല എന്ന് രഞ്ജൻ ഗൊഗോയ് പറയുമ്പോൾ തന്റെ ഇത്രയും കാലത്തെ കളങ്കം വീഴാത്ത നീതിന്യായ ട്രാക്ക് റെക്കോർഡ് ഉയർത്തിപ്പിടിക്കുകയല്ലേ ഇത്തരമൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിലും ചീഫ് ജസ്റ്റിസ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായും മനു, ഏറെ വൈകാരികമായുള്ള കൊണ്ടാണ് ഈ ഒരു ഹിയറിംഗിൽ ഉടനീളം ചീഫ് ജസ്റ്റിസ് പെരുമാറിയത്. വൈകാരികമായ പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഏറ്റവും ശക്തമായ ഭാഷയിൽ ഈ ഒരു ആരോപണത്തെ നിഷേധിക്കുമ്പോൾ പോലും അതിനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. അതിന്റെ മറ്റ് വശങ്ങളെ കുറിച്ചൊന്നും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തലുകൾ അസാധ്യമാണ്. കാരണം അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നടത്തുന്നു എന്നൊന്നും അതിന് പിന്നിൽ മറ്റൊരു കളികളുണ്ടോ എന്നൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താനാകില്ല. എങ്കിൽ പോലും ഏറെ വൈകാരികമായി പരാമർശങ്ങൾക്കെതിരായ മറുപടി അദ്ദേഹം നൽകുമ്പോൾ പോലും അത് മറ്റൊരു വലിയ ഒരു ജുഡീഷ്യറിയുടെ അപ്രമാദിത്വം കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ജുഡീഷ്യറിയെ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഈ ഒരു മാധ്യമങ്ങൾ ഈ ഒരു പരാതിക്കാരിയുടെ പേരൊക്കെ തന്നെ ഈ പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാർത്തയിൽ പുറത്തുവിടുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ തന്നെ പരാതിയിൽ പേരുകൾ
പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും ഒരു കാരണവശാലും അതിലൊന്നും തന്നെ ഒരു പരാതിക്കാരിയുടെ ഇത്തരം ഒരു വിഷയത്തിൽ ഒരു പരാതിക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം, മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം, ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച പരാതിക്കാരിക്കെതിരെ നിയമ നടപടിക്ക് സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടില്ല, കോടതി ചെയ്തിട്ടില്ല. ഒരു സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഭാരവാഹികൾ തന്നെ IPC സെക്ഷൻ 16 പ്രകാരം ഇതിൽ മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് വാദം കേൾക്കുന്നതിനിടയിൽ പരാമർശിക്കുകയുണ്ടായിരുന്നു. എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയായും തനിക്കെതിരായ ഒരു ആരോപണമായിട്ട് പോലും അത് വ്യക്തിപരമായി ഒരു പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിയമപരമായ സാധ്യതകളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കരുതേണ്ടത്. നാടകീയമായ സംഭവ വികാസങ്ങൾ സുപ്രീം കോടതിയിൽ നടന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്. അടിയന്തരമായ സാഹചര്യത്തിൽ സുപ്രീം കോടതി അടിയന്തര സിറ്റിംഗ് ചേരുന്ന ഒരു സാഹചര്യം, ഒരിക്കലും സുപ്രീം കോടതി ചേരാത്ത ഒരു ശനിയാഴ്ച തന്നെ അടിയന്തര സിറ്റിംഗിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ചീഫ് ജസ്റ്റിസിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം, അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചെങ്കിലും ഒരു നിയമജ്ഞന്റെ തന്റെ ഇത്രയും നാളത്തെ നീതിന്യായ ജീവിതത്തിന്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കേസിന്റെ ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ ഉത്തരവും ഇറക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിന്റെ അന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു. മാത്രമല്ല പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതായത് ഗൂഢാലോചനകൾ നടക്കുന്നു, പണം തന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നറിയാം, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കരുത് എന്ന് ചിലരൊക്കെ, ആ ചിലർ എന്ന പേരിൽ അദ്ദേഹം അടിവരയിടുന്നു, ചിലരൊക്കെ ആഗ്രഹിക്കുന്നു. തന്റെ മുന്നിലേക്ക് വരുന്ന സുപ്രധാന കേസുകളെല്ലാം വരുന്ന 7 മാസത്തിനുള്ളിൽ പരിഗണിക്കുക തന്നെ ചെയ്യും, താൻ രാജിവെച്ചിറങ്ങി പോകില്ല എന്നും ചീഫ് ജസ്റ്റിസ് പറയുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയതും. ഇത്രയും സമയം സുപ്രീം കോടതിയിൽ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ കണ്ടത്. കൊല്ലം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി രംഗത്ത്. പ്രേമചന്ദ്രന്റെ RSS ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവുകളാണ് MA ബേബി പുറത്തുവിട്ടത്. എറണാകുളം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിനും കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനും സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ പണം നൽകി പ്രചരണം നടത്തുന്നത് ഒരേ ആൾ തന്നെയാണെന്ന് MA ബേബി ആരോപിച്ചു. BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിനും UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ പണം മുടക്കി പ്രചരണം നടത്തുന്നത് ഒരേ ആൾ തന്നെയാണെന്ന് MA ബേബി വെളിപ്പെടുത്തി. കണ്ണന്താനത്തിന്റെയും പ്രേമചന്ദ്രന്റെയും ഫേസ്ബുക്ക് പേജുകൾക്ക് പ്രൊമോഷൻ നൽകുന്നത് ലക്ഷ്മി ആർ ഷേണായി എന്ന സ്ത്രീയാണെന്നും ഇവരുടെ ഫേസ്ബുക്ക് പേജുകളുടെ ഏകോപനവും പണം മുടക്കുന്നതും ഈ സ്ത്രീ തന്നെയാണെന്ന് വ്യക്തമായതായും ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് തെളിവായി നൽകിക്കൊണ്ട് MA ബേബി പറഞ്ഞു. കേവലം യാദൃച്ഛികമായിട്ടല്ല, അവിടെ ഒരു സ്വാധീനം കിടക്കട്ടെ. എങ്ങനെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ഒരു പിടി വേണം. അതിനെന്താണ് തെളിവ്? കേരളത്തിലെ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും അതിനെ ഫണ്ട് ചെയ്യുകയും ചെയ്യുന്ന ലക്ഷ്മി ആർ ഷേണോയ് തന്നെയാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏകോപനവും ഫണ്ടിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവാണ് ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ വെളിപ്പെട്ടത്. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പരസ്യ ഏജൻസിയുടെ ഉടമയാണ് ഇവർ. പരസ്യ ഏജൻസി ആണെങ്കിൽ പോലും വ്യത്യസ്ത നിലപാടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പ്രചാരണം ഒരേ ഏജൻസി തന്നെ ഏറ്റെടുക്കാറില്ല. അഥവാ അങ്ങനെ ഏറ്റെടുത്താൽ തന്നെ രഹസ്യമായി വ്യത്യസ്ത അക്കൗണ്ട് വഴിയായിരിക്കും പണമിടപാടുകൾ നടത്തുന്നത്. എന്നാൽ ലക്ഷ്മി ആർ ഷേണായി എന്ന വ്യക്തിയുടെ അക്കൗണ്ട് വഴിയാണ് ഇരുവരുടെയും പ്രചരണത്തിനായി ഫേസ്ബുക്കിന് പണം നൽകിയിരിക്കുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ ഇവരുടെ സംഘപരിവാർ ബന്ധം വ്യക്തമാകുമെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വോട്ട് മറിക്കൽ ആരോപണ വിവാദത്തിൽ കൊല്ലത്തെ BJPയിൽ പ്രതിസന്ധി രൂക്ഷം. വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഭൂരിഭാഗം നേതാക്കളും ബഹിഷ്കരിച്ചു. അതേസമയം വോട്ട് കച്ചവടത്തിൽ പ്രതിരോധത്തിലായ BJPയും UDFും ഉന്നയിച്ച വിശദീകരണത്തിനും സാമ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ഇടതുമുന്നണി ഉന്നയിച്ച സംഘിബന്ധം നേരാണെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോമസ് ഐസക് പറഞ്ഞു. പ്രേമേന്ദ്രൻ ഇവിടെ BJPയിൽ ഒരു വിഭാഗവുമായിട്ട് കുറച്ചധികം നാളായി ചെയ്തുകൊണ്ടിരുന്ന രഹസ്യ ഇടപാടിൻ്റെ അവസാനത്തിൽ വോട്ട് പിടിക്കാനല്ല വോട്ട് മറിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇവിടത്തേക്ക് BJP നേതാക്കളുടെ തലയുടെ മുകളിൽ കൂടി ഇവിടെ വെട്ടിയേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ തെളിവുകൾ, ഇങ്ങനൊരു രഹസ്യ ഇടപാടുണ്ട് എന്നുള്ള തെളിവുകൾ ഞങ്ങൾ പലവട്ടം പത്രസമ്മേളനങ്ങളിലും മറ്റ് പ്രസംഗങ്ങളിലും എല്ലാം വെളിവാക്കിയിട്ടുള്ളതാണ്.
എന്നാൽ BJP വോട്ട് മറിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ച BJP നേതാക്കളെക്കുറിച്ച് BJP പറയേണ്ട കാര്യങ്ങൾ UDF പറഞ്ഞത് ദുരൂഹത സൃഷ്ടിച്ചു. ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സജീവമായി നിന്ന രണ്ട് വ്യക്തികളാണ്. എന്നാൽ ഇവരെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഷാനവാസ് ഖാൻ വക്കീലിന്റെ ജൂനിയറും ഇവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ആ BJPയിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അവരെ പറയുന്നത്. പക്ഷെ ഞങ്ങൾ അന്വേഷണത്തോളം യാതൊരു ഭാരവാഹിത്വം പോലും ഇല്ല. പിന്നെ അവർക്ക് എങ്ങനെയാണ് BJPയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്? ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വൃത്തി ഇലപൊഴിഞ്ഞ ശിശിരം പോലെയാണ് ആരോപണം ഉന്നയിച്ച BJP നേതാക്കളെന്ന് BJP സ്ഥാനാർത്ഥി KV സാബു പറഞ്ഞു. ഇത് വർക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരോ എന്തോ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിൽ തന്നെ കണ്ട വാർത്ത. ഞാൻ ആ രണ്ടുപേരെ അറിയില്ല. കാരണം അവർ എനിക്ക് തോന്നുന്നു 3-4 കൊല്ലം മുമ്പ് പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ്. അവർ ഈ ഇല കൊഴിഞ്ഞു പോകുന്ന പോലെ പ്രവർത്തനരഹിതമായി അവർ കൊഴിഞ്ഞു പോയ ആളുകളാണ്. ആക്ഷേപം ഉന്നയിച്ചവർ പാർട്ടി പ്രവർത്തകരാണെന്നും അവരുടെ പരാതി പരിശോധിക്കുമെന്നും BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊല്ലം. തിരികെ വാർത്തകളിലേക്ക്. കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി KV സാബു പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പൊതുയോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് അഡ്വക്കേറ്റ് KV സാബുവിന് ക്ഷണമുണ്ടായിട്ടും പോയില്ല. എന്നാൽ ആറ്റിങ്ങൽ തിരുവനന്തപുരം സ്ഥാനാർത്ഥികൾ മോദിയുടെ യോഗത്തിനെത്തി. പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ നിന്ന് കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി വിട്ടുനിന്നത് വോട്ട് മറിക്കാനാണെന്ന് സംശയം. BJPയുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബു ഒഴികെയുള്ള എല്ലാവരും പ്രധാനമന്ത്രിയുടെ യോഗത്തിനെത്തി. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP വോട്ട് മറിക്കുകയാണ് എന്ന ആക്ഷേപം സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് KV സാബു പ്രധാനമന്ത്രിയുടെ പൊതുയോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നത്. ഇരവൂരം മണ്ഡലത്തിലെ പര്യടനത്തിന്റെ പേര് പറഞ്ഞാണ് BJP സ്ഥാനാർത്ഥി KV സാബു വിട്ടുനിന്നത്. എന്നാൽ മണ്ഡല പര്യടനം വെട്ടിച്ചുരുക്കി ശോഭാ സുരേന്ദ്രനും കുമ്മനവും പ്രധാനമന്ത്രിയുടെ യോഗത്തിനെത്തി. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ അറിയിച്ച ശേഷമാണ് വിട്ടുനിന്നതെന്നാണ് സാബു നൽകുന്ന വിശദീകരണം. കൊല്ലത്ത് BJP UDF-ന് വേണ്ടി വോട്ട് വിൽക്കാൻ പോകുന്നു എന്ന ആക്ഷേപം BJP-യിൽ തന്നെ സജീവമായ പശ്ചാത്തലത്തിലാണ് വിട്ടുനിൽക്കലെന്നതും ശ്രദ്ധേയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF-നെയും രാഹുലിനെയും ഞെട്ടിക്കാൻ NDA നീക്കം. NDA അധികാരത്തിലെത്തിയാൽ ജോസ് കെ മാണിക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം വാഗ്ദാനം. ഇടനിലക്കാരനായി PC തോമസ്. BJP ലക്ഷ്യമിടുന്നത് മധ്യ തിരുവിതാംകൂറിലെ പരമ്പരാഗത ന്യൂനപക്ഷ വോട്ട് ബാങ്ക്. കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടി മധ്യ തിരുവിതാംകൂറിൽ മുന്നേറ്റം നടത്താനാണ് BJP ലക്ഷ്യം. സഖ്യം യാഥാർത്ഥ്യമായാൽ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ പൊളിയും. ഒപ്പം BJPക്ക് മധ്യ തിരുവിതാംകൂറിലെ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നും NDA നേതൃത്വം വിലയിരുത്തുന്നു. PC തോമസിനെ മധ്യസ്ഥനാക്കിയാണ് NDAയുടെ കരുനീക്കം. മാണി സാറിന്റെ മകനെ മുന്നേ നിർത്താൻ എനിക്ക് സന്തോഷമുള്ളൂ. അധികാരത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളി ഞങ്ങളുടെ ഇടയിൽ വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. യോജിപ്പിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ്. മാണി സാറിന്റെ ആ രീതിയിലുള്ള അഭിലാഷം പൂർത്തീകരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായോഗികമാക്കാനായിട്ട് അതായിരിക്കും നല്ലത്. മാണിയുടെ അസാന്നിധ്യത്തിൽ UDF-ൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജോസ് കെ മാണി. പാർട്ടി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ഉണ്ടാവാനിടയുള്ള തർക്കങ്ങളും PJ ജോസഫിന് സഭാ നേതൃത്വത്തിൽ നിന്നുള്ള പിന്തുണയും ജോസ് കെ മാണിയെ അസ്വസ്ഥനാക്കുകയാണ്. KM മാണിയുടെ അസാന്നിധ്യത്തിൽ UDF-ൽ PJ ജോസഫിന് പ്രമുഖ സ്ഥാനം നൽകുമ്പോൾ അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്ന തിരിച്ചറിവ് ജോസ് കെ മാണിക്കുണ്ട്. അത് മുതലെടുക്കാനാണ് NDA നീക്കം. TP പ്രശാന്ത്, കൈരളി ന്യൂസ്, കോട്ടയം. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി പാർട്ടികൾ. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ 17 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. മൂന്നാം ഘട്ടം കഴിയുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാതി പിന്നിടുന്നതിനാൽ ആവേശമേറിയ പ്രചാരണത്തിലേർപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലേക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമായി 116 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തെ കൂടാതെ ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും ഒറ്റഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഉത്തർപ്രദേശ് 10, അസം 4, ബംഗാൾ, ബീഹാർ 5, ഛത്തീസ്ഗഡ് 7, കർണാടക, മഹാരാഷ്ട്ര 14, ഒഡീഷ 6 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം. അക്രമ സംഭവങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പും മൂന്നാം ഘട്ടത്തിനൊപ്പം നടക്കും. 17 സംസ്ഥാനങ്ങളിലെ 302 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പാണ് മൂന്നാം ഘട്ടത്തോടെ പൂർത്തിയാവുക. കൈരളി ന്യൂസ്, ദില്ലി. നാളെ തെരഞ്ഞെടുപ്പിന് കൊട്ടിക്കലാശമാണ്. പ്രചാരണത്തിന്റെ അവസാന നിമിഷം വരെ പരമാവധി വോട്ട് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണികളുടെ പ്രചരണം.
കേരളത്തിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ അവസാനഘട്ട കൂട്ടിക്കിഴിക്കലിലാണ് മുന്നണികൾ. പരമാവധി സീറ്റുകൾ നേടുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു ലക്ഷ്യവും മുന്നണികൾക്കില്ല. ചുട്ടുപൊള്ളുന്ന നാളുകളിൽ നടത്തിയ പ്രചരണം പോളിംഗ് ബൂത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ എല്ലാ വിയർപ്പും അവസാന നിമിഷം വരെ ഒഴുക്കാൻ തയ്യാറായാണ് മുന്നണികളുടെ പ്രവർത്തനം. നാളെ കൊട്ടിക്കലാശത്തോടെ വോട്ടുറപ്പിക്കാൻ വീടുകൾ തോറും കയറി പ്രചരണത്തിനായി ഇത്തവണ മുന്നണികൾ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ബന്ധം ആരോപിച്ച് BJP നേതാക്കൾ തന്നെ രംഗത്ത് വന്നത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് കനത്ത തിരിച്ചടിയാണ് അവസാനഘട്ടത്തിൽ ഉണ്ടാക്കിയത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നാളിതുവരെയില്ലാത്ത ആത്മവിശ്വാസത്തിൽ LDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പ്രചരണത്തിൽ മുൻപോട്ടു പോകുമ്പോൾ UDF കേന്ദ്രത്തിൽ അർത്ഥഗർഭമായ മൗനമുണ്ടായത് പ്രവർത്തകരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കാര്യമായ പ്രയോജനം മറ്റു മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് UDFിനുള്ളത്. അങ്കച്ചൂടിന് അവസാനം കുറിച്ച് 23-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ പിന്നെ ഫലം പുറത്തുവരുന്നതുവരെ കണക്കുകൂട്ടലുകളിലാകും മുന്നണികളും സ്ഥാനാർത്ഥികളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ദൈവനാമം ഉച്ചരിച്ചാൽ കേരളത്തിൽ അറസ്റ്റ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് CPI ദേശീയ സെക്രട്ടറി D. രാജ. മൂന്നാംകിട പ്രചാരകരെ പോലെ പ്രധാനമന്ത്രി സംസാരിക്കരുതെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് നേട്ടങ്ങൾ പറയാൻ ഇല്ലാത്തതിനാലാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും D. രാജ പറഞ്ഞു. This irresponsible statement coming from Prime Minister, Mr. Modi should understand till now he is the Prime Minister of the country. He must speak as a Prime Minister with all responsibilities at his command. LDF മന്ത്രിസഭയിലെ അംഗങ്ങൾ അഴിമതിക്കാരാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആരോപണം ഉന്നയിക്കുന്നതെന്ന് D. രാജ ചോദിച്ചു. കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. മൂന്നാംകിട പ്രചാരകരെ പോലെ പ്രധാനമന്ത്രി പ്രസ്താവനകൾ ഇറക്കരുത്. പ്രധാനമന്ത്രി പദത്തിന്റെ ഉത്തരവാദിത്വം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും രാജ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി മാനിക്കാൻ പ്രധാനമന്ത്രി തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസ് ഇടപെടൽ നടത്തുന്നില്ല. BJPയെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ LDFനോട് മത്സരിക്കുമ്പോൾ രാജ്യത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. It has nothing to contribute to strengthen the cause of secularism and pitting the national president of that party against left. What politics, what message the Congress party wants to convey to the entire nation. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റെ വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. ഹേമന്ത് കർക്കറെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തന്റെ ശാപം മൂലമായിരുന്നു എന്നായിരുന്നു പ്രജ്ഞാ സിംഗിന്റെ വിവാദ പരാമർശം. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ മുഖം രക്ഷിക്കാനാണ് BJP നീക്കം. BJPയിൽ ചേർന്ന മലേഗാവ് സ്ഫോടനക്കേസിലെ മുഖ്യപ്രതിയായ പ്രജ്ഞാ സിംഗ് താക്കൂർ ഭോപ്പാലിൽ നിന്നാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് പ്രജ്ഞാ സിംഗിന്റെ വിവാദ പരാമർശവും. ഹേമന്ത് കർക്കറെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തന്റെ ശാപം മൂലമാണ് എന്നായിരുന്നു പ്രജ്ഞാ സിംഗിന്റെ വിവാദ പരാമർശം. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. പ്രജ്ഞാ സിംഗിനെതിരെ അന്വേഷണം വേണമെന്നും മോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് വിഷയത്തിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. പ്രസ്താവനയിൽ കമ്മീഷൻ വിശദീകരണം തേടി. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രജ്ഞാ സിംഗിന്റെ പ്രസ്താവന പരിശോധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രജ്ഞയ്ക്കെതിരെ എന്ത് നടപടി കൈക്കൊള്ളണമെന്ന് കമ്മീഷൻ തീരുമാനിക്കും. അതേസമയം വിവാദ പ്രസ്താവനയിൽ മാപ്പപേക്ഷയുമായി പ്രജ്ഞാ സിംഗും രംഗത്തെത്തിയിട്ടുണ്ട്. ദൈവം തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞ പ്രജ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നുവെന്നും മാപ്പ് പറയുന്നുവെന്നും പ്രതികരിച്ചു. അതേസമയം ഇത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാനാണ് BJP ശ്രമം. കൈരളി ന്യൂസ്, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി രാംദാസ് അത്തവാലെ എത്തി. NDA സ്ഥാനാർത്ഥി നിലനിൽക്കെയാണ് കേന്ദ്രമന്ത്രി സ്വതന്ത്രയ്ക്ക് വോട്ട് ചോദിച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. കേന്ദ്രത്തിൽ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്തരമൊരു ചുവടുമാറ്റം കേരളത്തിൽ നടത്തിയതും കേന്ദ്രമന്ത്രിയുടെ വരവും താൻ അറിഞ്ഞില്ല എന്നാണ് ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. കോഴിക്കോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുമായ MK ഹംസയുടെ ഭാര്യയായ നുസ്രത് ജഹാനെ പിന്തുണച്ചാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്തേവാല കോഴിക്കോട് എത്തിയത്.
നിലവിൽ കോഴിക്കോട് NDAക്ക് സ്ഥാനാർത്ഥിയുണ്ടെന്നിരിക്കെയാണ് NDA സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്തതെന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. തന്റെ കഴിവുകണ്ട് MP ആയാൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്ന് കണ്ടായിരിക്കാം റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെ പിന്തുണയ്ക്കുന്നതെന്ന് നുസ്രത് ജഹാൻ മറുപടി പറഞ്ഞു. അതേസമയം BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള തനിക്ക് കേന്ദ്രമന്ത്രിയുടെ വരവിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നായിരുന്നു പ്രതികരിച്ചത്. എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതും അറിയില്ല, അദ്ദേഹം വന്നതും അറിയില്ല, ആർക്കാണ് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. കേരളത്തിലെ NDAയിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി അതെന്ന് എനിക്കറിയില്ല. RP അങ്ങനെ അവർ കേരളത്തിൽ ഘടകകക്ഷിയല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട്ടിൽ ഇടതുപക്ഷം ചർച്ചയാക്കിയ കോൺഗ്രസ് ഭരണകാലത്തെ കാർഷിക പ്രതിസന്ധിയും കർഷക ആത്മഹത്യയും പ്രതിരോധിക്കാനാവാതെ UDF. 3000-ലധികം കർഷകർ വയനാട്ടിൽ മാത്രം 10 വർഷക്കാലത്തിനിടെ ആത്മഹത്യ ചെയ്തതും ആ നയം തിരുത്താനാവാത്തതും ചോദ്യം ചെയ്തായിരുന്നു LDF പ്രചാരണം. ഈ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി 10 ചോദ്യങ്ങളടങ്ങിയ ലഘുലേഖയും LDF പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസ് ഭരണകാലത്തെ കാർഷിക തകർച്ചയും കർഷക ആത്മഹത്യകളും മണ്ഡലത്തിൽ സജീവ ചർച്ചയായതോടെ ഏതുവിധം പ്രതിരോധിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് UDF. വയനാട്ടിൽ 1995-2007 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്ത പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റ് നടത്തിയിരുന്നു ഇടതു കർഷക സംഘടനകൾ. ഇവിടെ നടന്ന വമ്പിച്ച റാലിയിൽ ആയിരക്കണക്കിന് കർഷകർ പങ്കെടുക്കുകയും ചെയ്തു. കാർഷിക മേഖലയ്ക്കുണർവായി LDF സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളും കാർഷിക കടാശ്വാസവുമെല്ലാം ഇടത് സംഘടനകൾ ചർച്ചയാക്കുമ്പോൾ രാഷ്ട്രീയ മറുപടിയില്ലാതെ പിൻവാങ്ങുകയാണ് UDF. ഇറക്കുമതി ചുങ്കം കുറച്ചതും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതുമെല്ലാം ഇവിടെ ചർച്ചയാണ്. ഇപ്പോൾ 2017-19 ഈ തെരഞ്ഞെടുപ്പ് 17-ാം തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രകടന പത്രികയിലും ഈ MS സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ വില കൊടുക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് മൗനം പാലിക്കുകയാണ്. അതായത് കർഷകർക്ക് വില കൊടുക്കാൻ വേണ്ടി, ന്യായവില കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പകരം അവർ ന്യായ പദ്ധതി നടപ്പിലാക്കി 6000 രൂപ കൊടുക്കുമെന്ന് പറയുന്നു. ഇതൊരു ദാനം കൊടുക്കലാണ്. കർഷകന് ദാനമല്ല വേണ്ടത്, കർഷകന് വേണ്ടത് ന്യായവിലയാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ പുൽപ്പള്ളിയിൽ കർഷക സംഗമം നടത്തി അതിൽ പങ്കെടുപ്പിക്കാനാണ് ഇതിനെ പ്രതിരോധിക്കാനായി കോൺഗ്രസ് നടത്തുന്ന നീക്കം. കാർഷിക വിഷയങ്ങൾ ഉൾപ്പെടെ 10 ചോദ്യങ്ങളുടെ ലഘുലേഖ ഇറക്കി UDF-നെ വെല്ലുവിളിച്ച LDF-ന് ഇതിനകം ജില്ലയിലെത്തിയ UDF നേതാക്കൾ പോലും മറുപടി പറഞ്ഞില്ല. കാർഷിക മേഖല വയനാടിന് താങ്ങും തണലുമായിരുന്ന കാലത്തുനിന്ന് കർഷക വിലാപങ്ങളുടെ നാടായി വയനാട് മാറിയത് മാത്രം ഓർത്താൽ മതി ചിത്രം വ്യത്യസ്തമാവാൻ. കേവലം വൈകാരികത കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അത് മറികടക്കാനുമാവില്ല. വയനാട്ടിൽ നിന്നും RK ഫിറോഷിനൊപ്പം അനൂപ് ഖയാർ. തന്റെ വോട്ട് P രാജീവിനാണെന്ന് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ NS മാധവൻ. എറണാകുളത്തിന്റെ വികസനത്തിൽ രാജീവ് നിശബ്ദ പങ്കാളിയായിരുന്നുവെന്നും NS മാധവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലെത്തിയാണ് രാജീവ് പിന്തുണ തേടിയത്. നിറഞ്ഞ ചിരിയോടെയാണ് വീടിന്റെ വാതിൽ തുറന്ന് NS മാധവൻ രാജീവിനെ സ്വീകരിച്ചത്. ദീർഘമായ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ NS മാധവൻ വിശേഷങ്ങൾ രാജീവുമായി പങ്കുവച്ചു. തന്റെ വോട്ട് എറണാകുളത്തിന് വികസനം കൊണ്ടുവന്ന രാജീവിനാണെന്ന് NS മാധവൻ അറിയിച്ചു. മികച്ച രാജ്യസഭാംഗം എന്ന് രാജീവിനെ തനിക്ക് മുൻപ് അംഗീകരിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ രാജീവ് ലോക്സഭയിൽ ഉണ്ടാവുന്ന ഞാൻ പറയുന്നതിന് വളരെ മുമ്പ് തന്നെ പറഞ്ഞ ആളാണ് അരുൺ ജെയ്റ്റ്ലി. തീർച്ചയായിട്ടും അദ്ദേഹം ലോക്സഭയിൽ ഉണ്ടാകണം. എന്റെ വോട്ട് അദ്ദേഹത്തിനാണ്. മലയാളത്തിന്റെ പ്രിയ കഥാകാരനെ നേരിൽ കാണാനും പിന്തുണ അഭ്യർത്ഥിക്കാനും വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് P രാജീവ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. നല്ലൊരു വായനക്കാരൻ കൂടിയായ രാജീവ് ഏറെ വിശേഷങ്ങൾ NS മാധവനുമായി ചർച്ച ചെയ്താണ് മടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിക്കാൻ 2 നാൾ മാത്രം ബാക്കി നിൽക്കെ വാക്കും സാന്നിധ്യവും കൊണ്ട് LDF പ്രവർത്തകർക്ക് അത്യാവശ്യം പകർന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ജനനായകന്റെ പ്രചാരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം വട്ടമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രിയുടെ പദവിക്ക് നിരക്കാത്ത വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണ് LDF സർക്കാരിനെതിരെ നരേന്ദ്രമോദി ഉന്നയിച്ചതെന്നും ഇതൊന്നും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ശേഷം 2ാം വട്ടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് മണ്ഡലത്തിലെത്തുന്നത്. പ്രചാരണത്തിന് തുടക്കം കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിലായിരുന്നു. ആവേശപൂർവ്വം ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയെ പഴയങ്ങാടിയിൽ വരവേറ്റത്. തുടർന്ന് പയ്യന്നൂരിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത 2ാമത്തെ റാലി. വൻ ജനാവലിയുടെ സാന്നിധ്യം ഇവിടെയും ശ്രദ്ധേയമായി. സമീപകാലത്തൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ കാണാത്ത ജനക്കൂട്ടമാണ് കാസർകോട്ട് ദൃശ്യമായത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വലിയ പങ്കാളിത്തം. യോഗങ്ങളിൽ സാമാന്യം ദീർഘമായി തന്നെ പ്രസംഗിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായും കേന്ദ്രീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ LDF സർക്കാരിനെതിരെയുള്ള വസ്തുതകൾക്ക് നിരക്കാത്ത ആരോപണങ്ങൾക്ക് മറുപടി നൽകാനാണ്.
പ്രളയം, ശബരിമല, അഴിമതി എന്നിവ സംബന്ധിച്ച് നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രളയക്കെടുതിയിൽ തകർന്ന കേരളത്തെ സഹായിക്കുന്നതിനു പകരം ദ്രോഹിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും ഇത് അദ്ദേഹത്തിന്റെ സാഡിസ്റ്റ് മനോഭാവമാണ് പ്രകടമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തില് ദൈവത്തിന്റെ പേരുച്ചരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയാണ്, കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നിടത്തെത്തിച്ചു. പക്ഷെ പ്രധാനമന്ത്രി പറയുമ്പോൾ വസ്തുതകൾ പറയണം. കേരള സംസ്ഥാനത്ത് ദൈവത്തിന്റെ പേരുച്ചരിച്ചതിന് ഏതെങ്കിലും ആളെ കേസിൽപ്പെടുത്തിയിട്ടുണ്ടോ, അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നേരത്തെ തന്നെ കേരളത്തിന് പുറത്തു വെച്ച് ഇത്തരമൊരു കാര്യം പറഞ്ഞപ്പോൾ അത് പച്ച നുണയാണ് എന്ന് ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് സാധാരണ നിരക്ക് പറയാത്ത രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഒരു കള്ളപ്രചാരണവും കേരളത്തിൽ വിലപ്പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിച്ചു. വർഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിനെയും പിണറായി വിജയൻ ശക്തമായി വിമർശിച്ചു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പി കരുണാകരൻ എം പി, മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ടി വി രാജേഷ് MLA, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരും വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്. വാശിയേറിയ മത്സരം നടക്കുന്ന ഇടുക്കിയിൽ മികച്ച പ്രതീക്ഷയിലാണ് ഇടത് വലതു മുന്നണികൾ. ഇടത് സ്ഥാനാർത്ഥി പൊതുപര്യടനം പൂർത്തിയാക്കി പ്രധാന വ്യക്തികളെ സന്ദർശിക്കുമ്പോൾ അവസാനവട്ട പൊതുപര്യടനത്തിലാണ് UDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആയിരുന്നതിനാൽ പ്രചാരണത്തിന് കൂടുതൽ സമയം ലഭിച്ചു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയോടെ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്. അതിനാൽ തന്നെ പൊതുപര്യടനം 17-ാം തീയതി പൂർത്തിയാക്കി പ്രധാന വ്യക്തികളെ കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. വികസനം മുൻനിർത്തി വോട്ട് ചോദിക്കുന്ന ജോയ്സിനെ കുപ്രചാരണങ്ങൾ കൊണ്ടും വ്യക്തിഹത്യ നടത്തിയുമാണ് വലതുപക്ഷം എതിരിടുന്നത്. വ്യക്തിഹത്യ, കോടതി വ്യവഹാരങ്ങൾ, അത് വെച്ചിട്ട് വല്ലാതെ സമൂഹത്തിൽ മോശമാക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നെ ഇടുക്കിക്കാർക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ അവരുടെ മുമ്പിലാണ് MP എന്ന നിലയിൽ ഒരാക്ഷേപവും ആരും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ വീണ്ടും ഒരു വ്യക്തിഹത്യാ വേദിയാക്കി മാറ്റി എന്നെ മാത്രമോ എന്റെ കുടുംബാംഗങ്ങൾ, എന്റെ വീട്ടുകാർ എല്ലാവരെയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം, ഇതൊക്കെ ഒരു നമ്മുടേതുപോലുള്ള ഒരു മച്ചുവേഡ് ജനാധിപത്യ സംവിധാനത്തിൽ പോഷണമല്ലല്ലോ. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കലിന്റെ പേരിൽ വ്യാജ പോസ്റ്റിട്ട കേസിൽ മുൻ ഇടുക്കി MP PT തോമസിന്റെ ബന്ധു ഉൾപ്പെടെ 2 കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. അതിനിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിരുന്നതിനാൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനും NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനും പൊതുപര്യടനം പൂർത്തിയാക്കാനായിട്ടില്ല. ഡീൻ ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലത്തിലും ബിജു കൃഷ്ണൻ ദേവികുളം മണ്ഡലത്തിലുമാണ് പര്യടനം നടത്തുന്നത്. പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനപ്പെട്ട വോട്ടുറപ്പിക്കലിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിൽ ചികിത്സയ്ക്കെത്തിച്ച നവജാത ശിശുവിനെ വർഗീയമായി അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ RSS പ്രവർത്തകനെ റിമാൻഡ് ചെയ്തു. എറണാകുളം കടവൂർ സ്വദേശി ബിനിൽ സോമസുന്ദരത്തെയാണ് കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് ഒളിവിൽ കഴിയവേ കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 16-ാം തീയതി കാസർഗോഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്തു നിന്നും കൊച്ചിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരുന്നതിനിടെയാണ് ബിനിൽ സോമസുന്ദരം കുഞ്ഞിനെ വർഗീയമായി അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ പോസ്റ്റ് ചർച്ചയായതോടെ അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന പരാതിയുമായി DGP-യെ സമീപിക്കുകയായിരുന്നു. നെടുങ്കണ്ടത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ DGP-യുടെ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ബിനിൽ സോമസുന്ദരത്തെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റി. ജിഹാദികളുടെ വിത്ത് എന്നായിരുന്നു കേവലം 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇയാൾ അധിക്ഷേപിച്ചത്. ഹിന്ദു രാഷ്ട്ര സേവകൻ എന്നാണ് ഇയാൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പിന്തുണയുമായി സമാന സംഘടനയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പോസ്റ്റിന് കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ മതസ്പർദ്ധയുണ്ടാക്കിയതിനാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായിരുന്നു എന്നാണ് ബിനിൽ സോമസുന്ദരം ഇതിന് നൽകിയ വിശദീകരണം. കൈരളി ന്യൂസ്, കൊച്ചി. AM ആരിഫിന്റെ തെരഞ്ഞെടുത്ത നിയമസഭാ പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും എന്ന പുസ്തകം കൊച്ചിയിൽ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. മമ്മൂട്ടിക്കൊപ്പം എഴുത്തുകാരൻ പ്രൊഫസർ MK സാനുവിന് ആദ്യ പ്രതി കൈമാറി. കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വസതിയിൽ വച്ചായിരുന്നു ചടങ്ങ്. നിയമസഭാംഗം AM ആരിഫ് രചിച്ച പുസ്തകത്തിന്റെ അവതാരകൻ കൂടിയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ. മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചാണ് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങുകൾ നടന്നത്. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ MK സാനു പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ AM ആരിഫിന്റെ വാക്കുകൾ താൻ ശ്രദ്ധിക്കാറുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു. നിയമസഭാ പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും ഒക്കെയാണ്
അതിന് സരസനാണ്. ഈ പട്ടിയുടെ കഥയൊക്കെ പറഞ്ഞപ്പോൾ സരസനാണ്, ആൾക്ക് രസകരമായി വായിച്ചു പോകുന്നൊരു പുസ്തകമാണ്. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ആരിഫ് താരവുമായി പങ്കുവച്ചു. തന്റെ ഗുരുനാഥനെ തന്നെ ആദ്യ പ്രതി കൈമാറാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പി ജയരാജന്റെ പ്രചരണാർത്ഥം പാട്ടുവണ്ടിയെത്തി. പി ജയരാജന്റെ വിജയത്തിനായി തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിലെ കലാസംഘമാണ് പാട്ടുവണ്ടിയുമായി എത്തിയത്. മലയാളത്തിലെ പാടിപ്പതിഞ്ഞ വിപ്ലവ ഗാനങ്ങളും നാടൻ പാട്ടുകളും പുത്തൻ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുമാണ് പാട്ടുവണ്ടിയുടെ ആകർഷണം. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പി ജയരാജന്റെ പ്രചാരണാർത്ഥമാണ് പാട്ടുവണ്ടി എത്തിയത്. പഴയകാല ചായക്കടയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ വേദിയാണ് പാട്ടുവണ്ടിയായി സഞ്ചരിക്കുന്നത്. പി ജയരാജന്റെ വിജയത്തിനായി തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിലെ കലാസംഘമാണ് പാട്ടുവണ്ടി അവതരിപ്പിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് സഹാക്കൾ ഒരുക്കിയ ഒരു മ്യൂസിക്കൽ റോഡ് ഷോ പാട്ടുവണ്ടിയാണ്. ഇപ്പം മൂന്ന് ദിവസത്തെ ഒരു പര്യടനം തന്നെയാണ്. നമ്മുടെ ജയരാജേട്ടനെ വിജയിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക പര്യടനത്തിലാണ് നമ്മൾ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കി പാട്ടുകാർ കൈരളിലൂടെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗായകർ തന്നെ, ഒരു കിടിലം പാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ഉള്ളത്. ബിനോയ് കോടിയേരിയുടെ നേതൃത്വത്തിലാണ് പാട്ടുവണ്ടിയുടെ സഞ്ചാരം. സീന രമേശ് ഉൾപ്പെടെ നിരവധി ഗായകരാണ് പാട്ടുവണ്ടിയിലൂടെ ഗാനമാലപിക്കുന്നത്. വടകര മേഖലയിൽ 2 ദിവസങ്ങളിലായി പാട്ടുവണ്ടി സജീവമാണ്. പി ജയരാജന്റെ വിജയത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്ത്. മേഘമാധവൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടൽ സംബന്ധിച്ച് തന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ട്രംപ് ശ്രമിച്ചതായി സ്പെഷ്യൽ കോൺസൽ റോബർട്ട് മുള്ളറുടെ റിപ്പോർട്ട്. പ്രസിഡന്റ് പദവിയിലിരുന്ന ട്രംപ് നീതി നിർവഹണം തടസ്സപ്പെടുത്തിയോ എന്ന ഗൌരവമേറിയ ചർച്ചയ്ക്കും ഇത് വഴി തുറന്നു. വടക്കൻ അയർലൻഡിലെ ലണ്ടൻഡറി നഗരത്തിൽ കലാപത്തിനിടെ വെടിയേറ്റ മാധ്യമപ്രവർത്തക ലൈറ മെക്കി കൊല്ലപ്പെട്ടു. തീവ്ര ദേശീയവാദികളുടെ ശക്തി കേന്ദ്രമായ ക്രിഗനിൽ കലാപകാരികളും പോലീസും തമ്മിലുള്ള സംഘർഷത്തിനിടെയാണ് വെടിയേറ്റത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണം കൊലപാതകമെന്ന് ഡൽഹി പോലീസ്. അസ്വാഭാവിക മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. വാർത്താവേള തുടരും. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്കാരം.